കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചാൽ രക്ഷാസേന എന്ന് പറയുന്ന ഒരു സംഘം ഇറങ്ങി കരിങ്കൊടി പ്രതിഷേധവുമായി കടന്നു വരുന്ന ആളുകളെ ആക്രമിക്കും. ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചാൽ അവർ തന്നെ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ തെരുവിളിക്കും. ഇതെന്തൊരു കഷ്ടമാണ്! ഒരു ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി ഇത്തരത്തിലാണോ പെരുമാറേണ്ടത്? ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി കടന്നു വരുമ്പോൾ മന്ത്രിയുടെ വാഹനം സമരക്കാർക്ക് അടുത്തെത്തുമ്പോൾ മന്ത്രി തന്നെ വാഹനത്തിൻ്റെ ചില്ല് താഴ്ത്തുകയാണ്. എന്നിട്ട് സമരത്തിന് വന്നു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധവുമായി കടന്നു വന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്. നീയൊക്കെ ആരടാ എന്നാണ് ഒരു മന്ത്രി കാറിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നത്. ഒരു വലിയ സന്നാഹം പോലീസിൻ്റെ മധ്യസ്ഥയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു മന്ത്രി വിളിച്ചു പോകുമ്പോൾ മന്ത്രിക്ക് ലഭിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ലഭിക്കുന്ന ഒരു പ്രിവിലേജാണ്. ആ പ്രിവിലേജിൽ നിന്നുകൊണ്ട് മന്ത്രി ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ പോരായ്മകൾ സംഭവിച്ചതുകൊണ്ടാണ് അവർക്കെതിരെ പ്രതിഷേധിക്കേണ്ടതായ സാഹചര്യം വന്നത്. ഇങ്ങനെ കരിങ്കൊടി പ്രതിഷേധം കേരളത്തിനകത്ത് ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ഈ മന്ത്രിയെ ഒന്ന് ഗുണദോഷിക്കണം. പ്രതിഷേധവുമായി കടന്നു വരുന്നത് ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രതിഷേധിക്കാൻ വരുന്നവരെ തെറി വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ചാടി ഇറങ്ങരുത് എന്ന് മന്ത്രിയെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി കൂടി ഡിവൈഎഫ്ഐക്കാരൊന്ന് തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥന കൂടി യൂത്ത് കോൺഗ്രസ് ഒന്ന് മുന്നോട്ട് വെക്കുകയാണ്. മന്ത്രി തന്നെ ആ പ്രതിഷേധക്കാരോട് ആക്രോശിക്കുകയാണ്. അവിടെ പോലീസുണ്ടല്ലോ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുമല്ലോ. എത്രയോ പോലീസുകാർക്കിടയിലാണ് മന്ത്രി നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പരിക്കേറ്റത്? ഞാൻ മനസ്സിലാക്കുന്നത് പോലീസുകാർ മന്ത്രിയെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ നിന്നാണ് മന്ത്രിക്ക് ഏതെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ ഒരു KSUക്കാരനും മന്ത്രിയെ പരിക്കേൽപ്പിച്ചിട്ടില്ല. നമ്മൾ 2 ദിവസം മുമ്പാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാലും ചേർന്നുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടത്, ഇരുവർ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ കണ്ടത്. ആ ഇരുവറിൽ മലയാളത്തിൻ്റെ മഹാനടനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഭിനയിച്ച് തോൽപ്പിക്കുകയാണ്. ഇന്ന് ആ മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി മറ്റൊരു അഭിനയത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഒരേ സമയം പ്രതിഷേധക്കാരെ കാണുമ്പോൾ ഇവർ തമിഴ് സിനിമയായ വിക്രമൻ്റെ സിനിമയിലെ പോലെ അന്യനെ പോലെ പെരുമാറും. പ്രതിഷേധക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇവർ അമ്പിയായി മാറും. യാരമ്മ നീങ്കയെന്ന് ഇവരെ കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇവരുടെ ഒരു പ്രകടനങ്ങളും പെരുമാറ്റങ്ങളൊക്കെ തന്നെ. ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി കുറേ കൂടി പക്വതയും പാകതയും കാണിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാ യുവജന സംഘടനകൾക്കുമുണ്ട്. ആ അവകാശം മാത്രമാണ് ഞങ്ങളെല്ലാം വിനിയോഗിച്ചിട്ടുള്ളത്. അതിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും നിയമപരമായി പോലീസിനെ ഉത്തരവാദിത്തപ്പെട്ട നിയമപരമായി അവർ ചുമതലപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് ശിവൻകുട്ടിയും വസീഫും ആർഷോയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമെന്നുള്ളതാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അവർ ഒരു കാര്യം വളരെ വസ്തുനിഷ്ഠമായി തന്നെ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്, കേരളത്തിലെ മന്ത്രിമാർക്ക് സംരക്ഷണം കൊടുക്കുന്നതിൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് വസീഫും ശിവൻകുട്ടിയും ആർഷോയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സമ്മതിക്കുകയാണ്. ഞാൻ ആർഷോയുടെ ഒരു പ്രതികരണം കണ്ടു. വരമ്പത്താട്ടോ കൂലി എന്ന് പറയുന്ന ആർഷോയുടെ ഒരു പ്രതികരണം കണ്ടു. പാലക്കാട് ഒരു ചാനൽ ചർച്ചയുടെ ഇടയിൽ മുഴുവൻ മാധ്യമങ്ങളിലൂടെ ഒരു മാധ്യമത്തിൻ്റെ ചാനൽ ചർച്ചയ്ക്കിടയിൽ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഈ പറയുന്ന ആർഷോയുടെ കരണം പുകച്ച് അടിച്ചുവിടുന്ന കാഴ്ച കണ്ടത്. ഒരു പ്രതികരണവും ആർഷോയുടെ ഭാഗത്ത് നിന്ന് അവിടെ കണ്ടില്ല. CPMൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു പേരിനെങ്കിലുമുള്ള ഒരു പ്രതിഷേധവും നമ്മളാരും കണ്ടില്ല. ഇപ്പോൾ ഈ ജനാധിപത്യ ക്രമത്തിൽ പ്രതിഷേധിക്കാൻ വരുന്ന ആളുകളെ മുഴുവൻ കൈകാര്യം ചെയ്യുമെന്നും കയ്യേറ്റം ചെയ്യുമെന്നുള്ളതാണ് വസീഫും സംഘവുമൊക്കെ പറഞ്ഞു വെക്കുന്നതെങ്കിൽ എത്ര കയ്യേറ്റം ചെയ്താലും ശരി, എത്രയൊക്കെ ആക്രമിക്കാൻ വന്നാലും ശരി, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സമരങ്ങളെല്ലാം തന്നെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഞങ്ങളെ നയിക്കുന്ന വികാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജില്ലയ്ക്കകത്ത് തൃശ്ശൂർ ജില്ലയിൽ തൊട്ടടുത്ത് പോയാൽ തൃക്കൂരിൽ സനൂപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 37 വയസ്സ് മാത്രമാണ് പ്രായം. അയാളുടെ 2 കണ്ണുകളുടെയും കാഴ്ച ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? കാൽമുട്ടിന് ചികിത്സിക്കാൻ വേണ്ടി പോയി അയാളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വിനോദിനി പാലക്കാട് ഇടത് കൈ ഒടിഞ്ഞതിൻ്റെ പേരിൽ ആശുപത്രിയിലേക്ക് പോയി വലത് കരം മുറിച്ചു മാറ്റേണ്ടതായി വന്നു. അങ്ങനെ എത്ര എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ കേരളത്തിനകത്തുണ്ട്. ആ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയുമൊക്കെ പ്രതിഷേധം ആരാണ് പ്രകടിപ്പിക്കുക? ഡിവൈഎഫ്ഐയുടെ നേതാവ് വസീഫിന് അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ അയാൾ സമരം ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിക്കെതിരെയാണ്, കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയാണ്. ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തിനകത്ത് ഗുരുതരമായ പാകപ്പിഴകൾ ഉണ്ടാകുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പറയുന്നത് മനസ്സിലാകാം. അതിൻ്റെ കൂടെ ആയുധമെടുത്ത് പോരാടാൻ വേണ്ടി കൂടി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ
DYFIയും SFIയും അതോടൊപ്പം തന്നെ ശിവൻകുട്ടി ഒരു മന്ത്രിയാണ്. പലപ്പോഴും അയാൾ അത് ഓർക്കുന്നില്ല. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയെങ്കിലും മന്ത്രിയുടെ സ്റ്റാഫിൽ ആരെങ്കിലും 2 പേരെ ഇരുത്തണം. താങ്കൾ ഇപ്പോൾ പഴയ ഗുണ്ടയല്ല, മന്ത്രിയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആരെയെങ്കിലും മന്ത്രിയുടെ സ്റ്റാഫിൽ അഡീഷണലായി ചേർക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവരെല്ലാം വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ ജനതയാണ്. കേരള ജനത ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ജനം ആഗ്രഹിക്കുന്ന പ്രതിഷേധങ്ങളാണ് യൂത്ത് കോൺഗ്രസും KSUവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. KSUവിൻ്റെ സമരം അക്രമാസക്തമായി എന്ന് പറയുന്നത് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. മന്ത്രിയുടെ അഭിനയം മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മന്ത്രിയുടെ കയ്യിൽ ഒരു ചെറിയ പാടാണ് കാണിക്കുന്നത്, പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ആ ചെറിയ പാടിൽ മന്ത്രിയുടെ മനസ്സിലാക്കുന്നത് പോലീസിൻ്റെ നെയിം പ്ലേറ്റ് കൊണ്ട് പറ്റിയ മുറിവാണ് എന്നുള്ളതാണ്. ആ മുറിവിൽ അവർ ഇത്രത്തോളം പരിഭ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇത്രത്തോളം വേദനിക്കുന്നുണ്ടെങ്കിൽ, കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്ന് ആ മന്ത്രി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം. കണ്ണ് ചൂഴ്ന്നെടുക്കേണ്ടി വന്ന സനൂപിൻ്റെ വേദന എന്താണ് എന്ന് മന്ത്രി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം. അവരുടെ ഒന്നും വേദനകൾക്കും വിഷമതകൾക്കും മുമ്പിൽ, ഇവിടെ മരണപ്പെട്ടു പോയ വേണുവിൻ്റെ കുടുംബത്തിൻ്റെ വേദനകൾക്ക് മുമ്പിൽ, ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ വേദനകൾക്ക് മുമ്പിൽ, ഇവിടെ ശസ്ത്രക്രിയയുടെ പിഴവിൻ്റെ ഭാഗമായി കത്രിക വയറ്റിൽ കൊണ്ടു നടന്ന് ജീവിക്കേണ്ടി വന്ന പാവപ്പെട്ട ഉഷ ജോസഫിൻ്റെ വേദനകൾക്ക് മുമ്പിലൊന്നും ഇവരുടെ ഈ വെല്ലുവിളികളൊന്നും നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ വേദനകൾ അനുഭവിച്ച കുടുംബങ്ങളുടെ പ്രാർത്ഥനകൾ യൂത്ത് കോൺഗ്രസിനൊപ്പമുണ്ട്, അവരുടെ പിന്തുണയും ഞങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളുടെ സമരങ്ങളുമായി ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, തെരുവിൽ നേരിടുമെന്നുള്ളതാണ് വസീഫ് പറയുന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ പാർട്ടിക്കാണ് സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ഉത്തരവാദിത്തമുള്ളത്. അത് യൂത്ത് കോൺഗ്രസിനല്ല എന്ന് DYFIക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്.